പല പ്രകാരത്തിലുള്ള സാധകന്മാർ. നാം രണ്ട് മാതിരി സാധകന്മാരെ കാണുന്നുണ്ട്. കുരങ്ങിൻ്റെ കുട്ടിയെപ്പോലെയും പൂച്ചക്കുട്ടിയെപ്പോലെയും. കുരങ്ങിൻ്റെ കുട്ടി ആദ്യം അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. പിന്നീട് തള്ള പോകുന്നിടത്തെല്ലാം അതിനെ കൂടെ കൊണ്ടുപോകുന്നു. എന്നാൽ പൂച്ചക്കുട്ടി ഒരു സ്ഥലത്ത് മാത്രം ഇരുന്നു കൊണ്ട് മ്യാവൂ മ്യാവൂ എന്ന് കരയുന്നു. തള്ള അതിനെ കഴുത്തിൽ കടിച്ചെടുത്തുകൊണ്ട് തള്ളയ്ക്ക് തോന്നുന്ന സ്ഥലത്ത് മാത്രം കൊണ്ടുപോകുന്നു. അതുപോലെ ജ്ഞാനമാർഗവും കർമ്മമാർഗവും അനുസരിച്ചുള്ള സാധകന്മാർ കുരങ്ങിൻ്റെ കുട്ടിയെപ്പോലെ സ്വന്തം ശക്തി കൊണ്ട് ഈശ്വര ലാഭത്തിനു വേണ്ടി യത്നിക്കുന്നു. ഭക്തിമാർഗാനുസാരികളായ സാധകന്മാർ ഈശ്വരൻ സർവത്തിൻ്റെയും നാഥനാണെന്നറിഞ്ഞ് പൂച്ചക്കുട്ടിയെപ്പോലെ ഭഗവാന്റെ ചരണങ്ങളിൽ സർവഭാരവും ഏൽപ്പിച്ച് നിശ്ചിന്തരായി ഇരിക്കുന്നു. ഒരു പുരുഷൻ തന്നെ എങ്ങനെ ഒരാൾക്ക് അച്ഛൻ, ചിലർക്ക് ജ്യേഷ്ഠൻ, മറ്റു ചിലർക്ക് അമ്മാവൻ, ചിലർക്ക് മാതൃ സഹോദരി ഭർത്താവ്, ചിലർക്ക് ഭഗിനീപതി, ചിലർക്ക് സ്വശുരൻ ഈ വിധമാകുന്നു. ആളൊന്നെങ്കിലും ബന്ധഭേദം ഉണ്ടാകുന്നു. അതുപോലെ ഏകമായിരിക്കുന്ന സച്ചിദാനന്ദത്തിനെ ഭക്തന്മാർ ശാന്തഭാവം, ദാസ്യഭാവം, വാത്സല്യഭാവം, മധുരഭാവം മുതലായി നാനാഭാവത്തിൽ ഉപാസന ചെയ്യുന്നു. ആർക്ക് എന്തുദ്ദേശമോ അവർക്കത് കിട്ടുന്നു. ആര് ഈശ്വരനെ അന്വേഷിക്കുന്നുവോ അവന് ഈശ്വരലാഭമുണ്ടാകുന്നു. ഐശ്വര്യങ്ങൾ വേണമെന്നാഗ്രഹിക്കുന്നവന് അവ കിട്ടുന്നു. ഒരു രാജാവിൻ്റെ അടുക്കൽ ചെന്ന് ഒരു ചൊരയ്ക്കയോ കുമ്പളങ്ങയോ പോലെയുള്ള നിസ്സാര വസ്തുക്കളെ അർത്ഥിക്കുന്നത് ഭോഷത്വമാകുന്നു. അതുപോലെ ഒരു ഭക്തനും രാജാതിരാജനായ ഈശ്വരൻ്റെ സന്നിധിയിൽ ചെന്ന് പരമാർത്ഥ ജ്ഞാനം, ഈശ്വരപ്രേമം ഇങ്ങനെയുള്ള അമൂല്യ വരങ്ങളെ ഗണ്യമാക്കാതെ അഷ്ടസിദ്ധ്യാദികളായ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നത് വളരെ ഭോഷത്വമാകുന്നു. ഭക്തന്മാരുടെയോ ജ്ഞാനികളുടെയോ ഭാവം വെളിയിൽ നിന്ന് അറിവാൻ വളരെ പ്രയാസമാണ്. ആനയ്ക്ക് രണ്ട് മാതിരി പല്ലുള്ളതുപോലെയാണ് വെളിയിൽ കാണുന്ന പല്ല്. കൊമ്പ് വെറും കാഴ്ചയ്ക്ക് മാത്രം. ഇതുകൊണ്ട് ചവച്ചു തിന്നാൻ വയ്യ. വായ്ക്കകത്തിരിക്കുന്ന വേറെ മാതിരി പല്ലുകൊണ്ടാണ് ആന തിന്നുന്നത്. അതുപോലെ പലപ്പോഴും സാധകന്മാർ തങ്ങളുടെ ഭാവം ഗുപ്തമായി വെച്ച് വേറെ മാതിരി ഭാവം കാണിക്കുന്നു. യോഗികൾ രണ്ട് പ്രകാരമുണ്ട്, ഗുപ്തയോഗിയും വ്യക്തയോഗിയും. ഗുപ്തയോഗികൾ വളരെ ഗൂഢമായി ഭഗവാന്റെ സാധനാഭജന ചെയ്തുകൊണ്ടിരിക്കുന്നു. ജനങ്ങളെ അശേഷം അറിയിക്കുന്നില്ല. വ്യക്തയോഗികൾ ബാഹ്യചിഹ്നങ്ങൾ, യോഗദണ്ഡ് മുതലായവ ധരിച്ച് ജനങ്ങളോട് കൂടി ഈ കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു.